സിറ്റിസൺസ് അമെൻഡ്മെൻറ്റ് ആക്ട്, അതുപോലെ തന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞുള്ള യാത്രകളെല്ലാം അതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റും ഞാനീ പറഞ്ഞ 3 ഘടകങ്ങളുമാണ്. അതുകൂടാതെ കണ്ട് ഇവിടെ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സിറ്റിസൺസ് അമെൻഡ്മെൻറ്റ് ആക്ട്. അന്നാണ് ചെങ്കോട്ടയിൽ ചെങ്കോടി മാറ്റിയിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കാർഷിക സമരത്തിന് സാറിപ്പോൾ വായിച്ചു നോക്കണം എവിടെയാണ് ഈ കാർ ബോംബ് സ്ഫോടനം നടന്നത് ആസൂത്രിതമായിട്ട്. അപ്പോൾ അവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ ചെങ്കോട്ട, അധികാരത്തിൻ്റെ കേന്ദ്രം. അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മോദിയെ പുറത്താക്കുക, ഇതാണ് ലക്ഷ്യം. അന്ന് ഒരു കാറിലെ സ്ഫോടക വസ്തുക്കൾ മാത്രമേ പൊട്ടിയുള്ളൂ. അതുപോലെ അതിലും കൂടുതൽ സ്ഫോടക വസ്തുക്കളുള്ള 30ഓളം കാറുകളാണ് അതിനുവേണ്ടി ഏർപ്പെടുത്തിയിരുന്നത്. 30 കാറുകളിലും സ്ഫോടനം ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരം, സുപ്രീം കോടതി, അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, നമ്മുടെ ഫ്രീഡം പരേഡ് നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന സ്ഥലം, അനുബന്ധമായിട്ടുള്ള മന്ത്രാലയങ്ങൾ, മന്ത്രിമാരുടെ വസതികൾ, പാർലമെൻറ്റ് ഈ തകർന്ന് തരിപ്പണമാവും. പിന്നെ ഭരണമുണ്ടോ? തല പോയി, ഇന്ത്യയുടെ തല പോവും. ഇന്ത്യയുടെ തല വെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.